അസ്സലാമു ഞാൻ ആഷിഖ് മഞ്ചേരി. എൻ്റെ ചോദ്യം, നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ കൗമാരം ഇന്നൊരു തല കുനിഞ്ഞ് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിലും യൂട്യൂബിലും. അവരെ എങ്ങനെ നമുക്ക് തല ഉയർത്താൻ കഴിയും? അതായത് ഏത് വയസ്സിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം? മീഡിയ പാരന്റിംഗ് എന്നുള്ളത് വേറെ വലിയൊരു വിഷയമാണ്. നമുക്ക് മീഡിയ പലതും ഒരു കളി വസ്തുവാണ്. നമുക്ക് തന്നെ അതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് പലരും ഉപയോഗിക്കുന്ന ഐഫോണിന്റെ എത്ര ശതമാനം ഫെസിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ 1%, 2%ലാണ് സത്യം. നമുക്കതിൽ എന്താണ് ഒരു ഡീസൻസിന്റെ സാധനമാണ് ഐഫോണാണെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പലപ്പോഴും അത്. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ കുട്ടികളെ കയ്യിലാണ് കൊടുക്കുക. കുട്ടികളെ കയ്യിൽ കൊടുത്താൽ കുട്ടികൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെ, ഏത് രൂപത്തിലൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരണില്ല. യഥാർത്ഥത്തിൽ മീഡിയ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട, ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധനമാണ്. അത് ഫോണാണെങ്കിലും മറ്റ് കമ്പ്യൂട്ടർ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും അല്ല. നമുക്ക് ചെറിയ കുട്ടികൾക്ക് തന്നെ കളിപ്പാട്ടായിട്ട് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ കുട്ടികളെ എടുത്ത് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിക്കാണ്. എന്റെ 4 വയസ്സുള്ള കുട്ടിക്ക് ഇന്നെക്കാട്ടി അറിയാം എല്ലാ ആപ്സിലും പോകുന്നു. ഒരു പാരന്റ്, ഒരു വാപ്പ അങ്ങനെ അഭിമാനത്തോട് കൂടി പറയും. അതിന്റെ ടെക്നോളജിക്കൽ നൗഹൗ എത്ര ഉണ്ട് എന്നുള്ള അഭിമാനമായിരുന്നെങ്കിൽ അതിന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുന്നത്. കുട്ടി എല്ലാറ്റിനും പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുട്ടി ആഗ്രഹമുള്ളിടത്ത് പോകുന്നു എന്നാണ്. ഞങ്ങൾ സാധാരണ പാരന്റിങ്ങിന്റെ വിദഗ്ധന്മാർ പറയും, നിങ്ങളുടെ കുട്ടി കമ്പ്യൂട്ടർ ഗെയിംസിൽ അഡിക്റ്റ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ കുട്ടി അഡിക്റ്റ് ആയ ഗെയിം പഠിക്കലാണ്. എന്നിട്ട് നിങ്ങൾ മാത്രം അവന്റെ കൂടെ നിന്ന് കളിക്കലാണ്. നിങ്ങൾ കളിച്ചുകൊണ്ട് കുട്ടീനെ തിരിച്ചു കൊണ്ടുവരലാണ്. കാരണം എന്താണ്, നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് അറിയേണ്ട ബാധ്യത നിങ്ങൾക്ക് ഒന്നാമതുണ്ട്. നമുക്കറിയാത്ത നമ്മളെ കുട്ടിക്ക് അറിയുന്നു പറയുന്നത് ഒരു 12, ഒരു 22, 25 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ അഭിമാനത്തോടു കൂടി പറയേണ്ടതാണ്. പക്ഷേ 8 വയസ്സുള്ള കുട്ടിയെ കുറിച്ചാകുമ്പോൾ അത് അഭിമാനത്തോടു കൂടി പറയേണ്ടതല്ല. കാരണം അത് നമുക്കറിയാത്ത, ആ കുട്ടിക്ക് വിവേകം വരാത്ത സമയത്ത് നമുക്കറിയാത്ത മേഖലകളിലേക്ക് അവൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കൺട്രോൾ നമ്മൾ വിട്ടു എന്നാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല. ഇവിടെയുള്ള ചെറിയ കുട്ടികളെ അഡോളസന്റ് ബോയ്സ് എല്ലാം ഇപ്പൊ ഇന്ന് മുതൽ എന്റെ ശത്രുവും ഒരു സംശയമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോണത് വാപ്പാരോട് ഉമ്മാരോട് അവരുടെ ഫോൺ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. മക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ പാരന്റ് ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതും 6 വയസ്സ് വരെ കുട്ടിന്റെ കയ്യിൽ പോലും കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലത്. കുട്ടിന്റെ കയ്യിൽ പോലും കൊടുക്കാൻ പറ്റിയ സാധനമല്ല അത്. വെറും മീഡിയ കൊണ്ട് മാത്രമല്ല, അതിലെ റേഡിയേഷൻ കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ സാധനം തന്നെ ഒരുപാട് ഉപകാരമുള്ളതിനേക്കാൾ അധികം ഉപദ്രവമുള്ള സാധനമാണ്. ഇത് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് കൊണ്ടിറക്കേണ്ട സാധനമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ മീഡിയന്റെ രംഗത്ത് ലിറ്ററസി എന്നത് വളരെ അത്യാവശ്യമുള്ളതാണ്. അവിടെ ഡോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഗെയിംസാണ് കുട്ടി തുടങ്ങുക. നമ്മളും എനിക്ക് ചിലപ്പോ പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ചില വലിയ മൊത്തം മനുഷ്യന്മാര് കുട്ടികൾ കളിക്കണ കളിയും കളിച്ചാണ് അങ്ങനെ ഇരിക്കണ കാണും. കാരണം എന്താന്ന് വെച്ചാൽ അവർ കുട്ടികൾ കളിക്കണ കളി കളിക്കുകയാണ്. കുട്ടികൾ കളിക്കണ കളി എന്ന് പറയുമ്പോൾ കുട്ടികൾ തന്നെ എന്താണ് ഈ കളി, ഈ കളിയുടെ കാര്യം എന്താണ്, ഈ കളി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താണ് അതിന്റെ ഔട്ട്പുട്ട്, ഇതൊന്നും നമ്മൾ ആലോചിക്കണില്ല. യഥാർത്ഥത്തിൽ കളിയുടെ ഏറ്റവും മിനിമമാണല്ലോ കുട്ടിനെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാർട്ടൂൺസ്. ആ കാർട്ടൂൺ മതമെല്ലാം ഒഴിവാക്കി വെക്കൂ. കാർട്ടൂൺ കുട്ടിയെ കാണാൻ പഠിപ്പിക്കുന്നത് മുതൽ കുട്ടിയിലെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ കൊല്ലാൻ തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് ഏറ്റവും അപകടരഹിതമായ കാർട്ടൂണുകളാണെങ്കിൽ പോലും, നമ്മൾ സാധാരണ പറയാറുള്ള കാർട്ടൂണുകൾ ഉണ്ടല്ലോ, തീരെ അപകടമില്ലാത്ത ജന്തുക്കളെ കാർട്ടൂണല്ലോ. ഇതെല്ലാം ആണെങ്കിൽ പോലും കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നു എന്നാണ്. വായന പ്രോത്സാഹിപ്പിക്കുക എന്നും മീഡിയ നിരുത്സാഹപ്പെടുത്തുക എന്നുമാണ് എഡ്യൂക്കേഷൻ രംഗത്തുള്ളവർ പറയുക.
നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം എന്നെല്ലാം പറയുമ്പോഴേക്ക് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം അങ്ങോട്ട് മൂച്ചിമ കയറും. എന്നിട്ട് സ്മാർട്ട് ക്ലാസ് റൂമിന് 10,000 റുപ്യ വീതം കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ ഹാർട്ട് ഇങ്ങനെ കയ്യിൽ വരുന്നല്ലാണ്ട് പറയുമ്പോഴേക്ക് നമ്മളാണ്ട് വീടും. എന്നിട്ട് സ്കൂളുകൾ അതിന്റെ കമ്മീഷനും വാങ്ങും, ഇതും വാങ്ങും, എന്നിട്ട് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മാർട്ട് ക്ലാസ് റൂം ആവശ്യമുണ്ട്, പക്ഷേ ഹയർ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടി പഠിക്കേണ്ടത് സങ്കല്പിച്ച് തന്നെയാണ്. ആ സങ്കല്പങ്ങളിൽ നിന്നാണ് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. നമ്മളെ ചെറുപ്പത്തിൽ കുറുക്കന്റെ ചിത്രം കാണിച്ചു തന്നിട്ട് കഥ ഊഹിക്കാൻ പഠിപ്പിച്ചു. ആ ഊഹത്തിൽ നിന്ന് നമ്മളോട് പറയാൻ പഠിപ്പിച്ചു. പറഞ്ഞിട്ട് ടീച്ചർ തിരുത്തി, ടീച്ചർ ശരിക്കും പറഞ്ഞു തന്നു. നമ്മളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുകയായിരുന്നു, അല്ലെങ്കിൽ കഥയുണ്ടാവുകയായിരുന്നു, കഥയുണ്ടാക്കാനുള്ള തലയുണ്ടാവുകയായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മീഡിയയെ ഉപയോഗിക്കുന്ന രംഗത്ത് കൃത്യമായ ലിറ്ററസി അഥവാ കൃത്യമായ കൺട്രോൾ, എവിടെ എപ്പോൾ എങ്ങനെ എന്നുണ്ടാകണം. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയണം അതിൽ അവൻ എന്തുപയോഗിക്കുന്നു. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാറുള്ളത് അതിലൂടെ ചിലപ്പോൾ പോർണോഗ്രഫിയിലേക്കും സൈബർ സെക്സിലേക്കും എല്ലാം പോകാനുള്ള അപകട സാധ്യതയെ കുറിച്ചാണ്. അത് അപകടമാണ്, സംശയമല്ല. അതിനേക്കാൾ അപകടമുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി എന്ന രൂപത്തിൽ തയ്യാർ ചെയ്യപ്പെടുന്ന ഞാൻ പറഞ്ഞ ഗെയിമുകളാണെങ്കിലും കാർട്ടൂണുകളാണെങ്കിലും എല്ലാം മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ, മറ്റേ ധാർമ്മികതയുടെ ഭാഷയിലാണ്. ധാർമ്മികതയുടെ ഭാഷയിൽ കൂടുതൽ അപകടം പോർണോഗ്രഫി ആകാം. പക്ഷെ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ, കുട്ടിയുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഷയിൽ നിങ്ങൾ കൊടുക്കുന്ന ഗെയിംസ് ആണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന കാർട്ടൂണുകളാണെങ്കിലും കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നാളെ മുതൽ ഡും നട്ട് നിർത്തിയിട്ട് കുട്ടീനായിട്ട് ഒരു കലാപം ഉണ്ടാക്കണം എന്നല്ല, മറിച്ച് അതിലൊരു ലിറ്ററസി ഉണ്ടാകണം. നിങ്ങൾ കൃത്യമായി അതിന് ബോധം ഉണ്ടാകണം. അതിന് കൺട്രോൾ ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്യണം എന്നാണ്. അത് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ മരുവാൻ കൊടുക്കാനായി അല്ലേ? അല്ലേ? മരുവാൻ കൊടുക്കാനായി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വിഷയത്തിന്റെ ഒരു തുഞ്ചങ്ങനെ കടിച്ചു പോയിട്ടുള്ളൂ. കൂടുതൽ നിങ്ങൾ പഠിക്കണം. കാരണം ഇത് ഇസ്ലാമികമായി പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബാധ്യതയാണ്. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ വളർത്തുക എന്നത് അതിനേക്കാൾ വലിയൊരു ചാലഞ്ചാണ്. കാരണം നമ്മളൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു പലതുമാണ് കുട്ടികളുടെ സംസ്കാരം നിശ്ചയിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മുമ്പെല്ലാം ബാപ്പി ഇമ്മയായിരുന്നു കുട്ടിന്റെ സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. നമ്മൾ അതാണ് ഇന്ററാക്ഷൻ കുന്തം പറയുന്നത്. ഇന്ററാക്ഷൻ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഇന്ററാക്ഷൻ ഉമ്മ വാപ്പ ഇന്ററാക്ട് ചെയ്യണം, അപ്പോഴാണ് കുട്ടിയുടെ വ്യക്തിത്വം ഉണ്ടാവുക, അവിടെയാണ് ഞാൻ നല്ലതാണെന്നുള്ള ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ. അതെല്ലാം ഇന്ററാക്ട് ചെയ്തിട്ട് വേണ്ടേ. ഇപ്പൊ ഇന്ററാക്ഷൻ കൂടുതൽ നടക്കുന്നത് വേറെ പല കാര്യങ്ങളിലുമാണ്, നമ്മളുടെ ഒരു പ്രോഗ്രാമുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുന്ന